ഉണ്ടാവില്ല. കാരണം വ്യാജം കൊണ്ട് തുടങ്ങി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിട്ടത് ഒരു കാലഘട്ടത്തിന്റെ കുതുബും സയ്യിദുമായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല അസ്റഹുൽ അദീദായിരുന്നു. ആ മഹാനവറുകൾ അന്ന് നിർവഹിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. തമ്പുരാനെ, ഇതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം എന്റെ കൈകളിലാണെങ്കിൽ നീ ഇത് മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തിക്കണേ. അങ്ങനെ പറഞ്ഞ് ദുആ ചെയ്തൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിനെതിരെ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമ്മതം കൊണ്ട് രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ വ്യാജം കൊണ്ട് തുടങ്ങിയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏതൊരു സംഘത്തിനും ഇവിടെ സമ്മതം നൽകിയോ ആ സംഘത്തിന് വ്യാജമുണ്ടാക്കിയവർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും എതിരെയും വ്യാജമുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എവിടെ വെച്ച് തുടങ്ങിയോ 25 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ വ്യാജമുണ്ടാക്കിയവരെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കെതിരെ വ്യാജമുണ്ടാക്കിയിരിക്കുന്നു. ഇവരുടെ ഒരു മരുമകൻ പറഞ്ഞു കേൾക്കണോ? മണ്ണാർക്കാടുള്ള നാലകത്ത് അലി മുസ്ലിയാരുടെ മരുമകൻ, അദ്ദേഹത്തിന്റെ ലെറ്റർ എന്റെ കയ്യിൽ. ആ ലെറ്ററിൽ അയാൾ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മൊയ്ജിദത്ത് മുടി നിങ്ങൾ പറയുന്നില്ലേ? കാരണം എന്താ? ആദ്യ റസൂലുള്ളാഹിന്റെ മൊയ്ജിദത്ത് കൊണ്ട് നീണ്ടു പറഞ്ഞു മുടി നീണ്ടപ്പോ ഇത് കത്തി നോക്കുമ്പോഴോ ഇഷാൻമായി പറഞ്ഞു ഞാൻ കത്തിച്ചപ്പോ കത്തി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മൊയ്ജിദത്തില്ല. ഇവരുടെ ഒരു മുടി തിരുമുടിയാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മൊയ്ജിദത്ത് മുറിഞ്ഞു എന്ന് ഇവർ പറഞ്ഞു. അല്ലാഹു അവന്റെ ഹബീബിന് നൽകിയ പ്രത്യേകതകൾ മുഴുവൻ ഇല്ലാതെയാക്കിയിട്ട് ഈ സംഘടനക്ക് നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ ഞാൻ ആ സംഘടനയോട് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇവരുടെ പാലക്കാട് ജില്ല വ്യാജക്കാരിയുടെ ജനാബ് അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജക്കാരിയായ ഈ നാലകത്ത് അലി മുസ്ലിയാരുടെ മരുമകനാണെന്ന് പറഞ്ഞത്. ഞാൻ സലാം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പോന്നു. അങ്ങനെ ഇവരെ മരുമക്കളൊക്കെ പോരും. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സുഹൃത്തുക്കളെ പോലെ പുറത്തുനിന്നെല്ലാം ഈ വീടിന്റെ ഉള്ളിൽ ഇവരുടെ വീടുകൾ അകത്തറകളിൽ മണിയറകളിൽ നിൽക്കുന്ന ആളുകൾ പോലും കൊഴിഞ്ഞു പോരുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് ആൾക്കാർക്ക് കാര്യം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 2-3 സംവാദ വ്യവസ്ഥകളിൽ പങ്കെടുക്കുമ്പോ അതുപോലെ തന്നെ 2-3 പരിപാടികൾ തുടർച്ചയായി കേൾക്കുമ്പോൾ അവർക്കും കാര്യം ബോധ്യപ്പെടും. അവരോട് നല്ല രീതിയിൽ ഞങ്ങൾ അതിനുവേണ്ടി നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾ ഈ ജൂതന്മാരെ പരിപാടി കണ്ടത് ഇത് ഇസ്രായേൽ സൈറ്റാണ്. ഇസ്രായേലിന്റെ സൈറ്റിലാണ് ആദ്യമായി ഈ കപ്പ് വന്നത്. നോക്കി, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലെ കപ്പ് നോക്കി, അതുണ്ടെങ്കിൽ കൊടുക്കി. ഈ കപ്പ് ഇസ്രായേലിന്റെ സൈറ്റില് ഇസ്രായേലിയർ പറയാം ഇങ്ങനെ കപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചതാണെന്ന് പറഞ്ഞ് ഇറക്കി വിടണം. ഇത് ഇറക്കി വിട്ടാലെ ഗുണം എന്താ? അവരെ ചിഹ്നുണ്ടായി, അവരെ കൊടി. ഈ കൊടി ലോകത്ത് അവരുണ്ടെങ്കിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവാദിത്തം പിന്നെ ആരെ കയ്യാവും? ഇസ്രായേലിന്റെ ഫ്ലാഗിൽ കണ്ടില്ല ഇങ്ങനെ 6 കോണുള്ള നക്ഷത്രം, അത് നിലത്ത് മൂട് കിടക്കുമ്പോൾ നമ്മൾ എടുക്കും. കുറച്ചോനെ എന്റെ അമീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആദരിക്കുന്ന കൊടിയാണത് എന്ന് കരുതി ഉയർത്തിപ്പിടിക്കും. അങ്ങനെ ഉയർത്തിപ്പിടിപ്പിക്കാൻ വേണ്ടി ഇവരെ നടത്തുന്ന ജൂതന്മാര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ജൂതന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വേഷങ്ങൾ അത് എക്സിബിഷൻ നടത്തുന്നതിന്റെ പിന്നിലാരാ? അത് എക്സിബിഷൻ നടത്തുന്നതിന്റെ പിന്നിലാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാര സമ്പന്നനല്ല എന്നിവിടെ പ്രചരിപ്പിക്കുന്ന ജൂതൻ. അതുകൊണ്ട് അത് എക്സിബിഷൻ നടത്തി ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ മുടിയുടെയും ചട്ടിയുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജൂതലോഭികളാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമല്ല. ഈ പേരോടത്തിരമ സർക്കാർ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ദനിദി മുസ്ലിയാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ചെറുശ്ശേരി ഉസ്താദ് കേശം കത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ജൂത മദ്ഹബുകാരനാണ്. അപ്പൊ എന്നും ഒരു മുടി എന്നും രാവിലെ നെയ്ച്ചാലും ഹസ്രജി പിന്നെ അദ്ദേഹത്തിന്റെ കൈകളിലെ മുടികളെ ഏതാ നോക്കാൻ വേണ്ടി ആദ്യം അയാളെ തലയിൽ ഒരു മുടി എടുക്കും, അത് കത്തിച്ചു നോക്കും, അത് കത്തും. പിന്നെ ഇതിന്നൊരു മുടി എടുക്കും, അപ്പൊ കത്തൂല. ഡെയിലി ഈ പരിപാടി ചെയ്യുന്ന ഹസ്രജി അപ്പാരേക്കാരൻ ദിവസം ഈ പരിപാടി ചെയ്യുന്ന ഹസ്രജി ആരേക്കാരൻ അപ്പൊ ആരെ കയ്യിൽ നിന്ന് മുടി കിട്ടി ബലന്നെ സമ്മതിക്കാണേ. അതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് ഇവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കാം. ഏത് കാര്യത്തിനും അങ്ങനെ ഉണ്ടല്ലോ, ഏത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ത് പറഞ്ഞാലും അത് പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെ പോരും. ഇപ്പൊ നമ്മളെ മറ്റേ ചങ്ങായി നിങ്ങൾ എന്തൊക്കെ നോണ സ്വപ്നങ്ങളെ കണ്ടിരുന്നു, വ്യാജ സ്വപ്നങ്ങൾ. ഇന്ന് അള്ളാന്റെ തോഫീക്കോട് കൂടി നമ്മൾ പറഞ്ഞു കാണുക കേട്ടോ. പിന്നെ ഇന്നുവരെ കണ്ടില്ല പകരമുണ്ടോ? പകരന്റെ ശിഷ്യനാണ് സാലിബ പുല്ലി. മൂപ്പർക്ക് ഉണ്ടായിട്ടാണെന്ന് ഇല്ലാതെ നോക്കുമ്പോൾ സാലിബ പുല്ലി ഇറങ്ങി പകരം. ഞങ്ങളെ ചെറുപ്പത്തിൽ ഉണ്ടായ സംഭവമല്ലേ പറയുന്നത്. ഞങ്ങളിങ്ങനെ ഞങ്ങളൊരു പിന്നെ ഒരു പള്ളി, ഒരു ചെറിയൊരു നിസ്കാരപ്പള്ളി, അവിടെ ഇങ്ങനെ തറാവീഹ് നിസ്കരിക്കും. അപ്പൊ നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിലൊരു കുട്ടി ഇങ്ങോട്ട് ചെറിയോ കാന്തവരടുത്ത് കുറക്കണ മാതിരി ഈ മുട്ടിയാ കുറക്കണ പറയണ്ടല്ലോ, ചെറിയ മുട്ടിയപ്പോ കുറച്ച അതിൽ ഉസ്താദ് വന്നു. അയാളുടെ ചുരുക്കം ചോദിച്ചു, അല്ല ഉസ്താദ് ഞാൻ കുറച്ചതാണ്. അപ്പൊ നീ കുറക്കരുത് ഉസ്താദ്. ഒറിജിനലാണ് പിന്നെയും കുറക്കൂലേ? പിന്നെ 18 റക്അത്ത് നിസ്കരിച്ചിട്ട് കുറച്ചിട്ടില്ല. അതുപോലെ ഞമ്മളോട് സ്വപ്നം ചോദിച്ചു.
അത് ഞാൻ ഇത് കണ്ടുകൂടെ കാണൂല. പിന്നെ ഒരു കൊല്ലായിട്ട് ചെങ്ങായി സ്വപ്നം കണ്ടിട്ടില്ല. ഇപ്പൊ സ്വപ്നത്തിന് ഒരാൾ വേറെ ഇവിടെ പ്രസംഗിച്ച മറ്റൊരു കുട്ടിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ച് കാന്തപുരം സ്വർഗത്തിൽ കടക്കുമ്പോൾ റസൂലുള്ള പിന്നിലേ